കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം തന്നെ സോറി ചോദിക്കുകയാണ്. എക്സാംസിൻ്റെ തിരക്കി വിട്ടിട്ട് ശരിക്കും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എക്സാംസ് ഒക്കെ ആണെങ്കിലും നമ്മൾ വീഡിയോക്ക് വരുന്ന കമൻസൊക്കെ ഡെയിലി വായിക്കാറുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എല്ലാ വീഡിയോക്കും ടോക്കിംഗ് ടോമിൻ്റെ ഡാർക്ക് തിയറി ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എക്സാം കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാമെന്ന്. എക്സാം ഇന്ന് കഴിഞ്ഞു, ഇന്ന് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ടോക്കിംഗ് ടോമിൻ്റെ ഡാർക്ക് തിയറി നോക്കാം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെ നോർമലായിട്ട് കണ്ടിട്ടുള്ളൊരു ആപ്പ് ഉണ്ടായിരുന്നു, ടോക്കിംഗ് ടോം. നമ്മൾ പറയുന്ന ഓരോ വാക്കും അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്യൂട്ട് കാറ്റ്. ആദ്യം അതൊക്കെ കുറച്ച് ഫണ്ണി ആയിരുന്നു. പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിലുപരി നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിലോ? ചില ആളുകൾ പറയുന്നത് പ്രകാരം ടോക്കിംഗ് ടോം ചില സമയങ്ങളിൽ ആരും ഒന്നും പറയാത്തപ്പോൾ പോലും ചെറിയ രീതിയിലുള്ള സൗണ്ട്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ സഡനായിട്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലർ പറയുന്നത് ഇതൊരു ബഗ്ഗാണെന്നാണ്. പക്ഷെ അത് റിപ്പീറ്റായി പലർക്കും സംഭവിച്ചപ്പോൾ ആളുകൾക്ക് ഡൗട്ട് തോന്നാൻ തുടങ്ങി. ആൻഡ് ദാറ്റ്സ് വേർ ദ ഡാർക്ക് തിയറി ബിഗിൻസ്. ടോക്കിംഗ് ടോം ഒരു സിമ്പിൾ എൻ്റർടൈൻമെൻറ്റ് ആപ്പ് മാത്രമല്ല, അതൊരു സോഫ്റ്റ്വെയർ കൂടിയാണ്. നമ്മുടെ ഫോണിൻ്റെ മൈക്രോഫോണിനും ക്യാമറക്കും ആക്സസ് ഉള്ളൊരു സോഫ്റ്റ്വെയർ. അതായത് തിയറിറ്റിക്കലി നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ എൻവയോൺമെൻറ്റും ഒക്കെ അതിന് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ടോക്കിംഗ് ടോം നമ്മുടെ വോയിസ് മാത്രമായിരുന്നില്ലെങ്കിലോ റെക്കോർഡ് ചെയ്തിരുന്നത്, നമ്മുടെ റിയാക്ഷൻസ്, ഇമോഷൻസ്, ബിഹേവിയർ എല്ലാം അനലൈസ് ചെയ്യുമായിരുന്നെങ്കിലോ? കാരണം ആപ്സ് നമ്മളെക്കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഇന്നൊരു നോർമൽ കാര്യമാണ്. പക്ഷെ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ആപ്പ് അവരുടെ വോയിസ് പാറ്റേൺസ്, ഹാബിറ്റ്സ്, സറൗണ്ടിങ്സ് എല്ലാം പഠിച്ചിരുന്നെങ്കിലോ? ചില യൂസേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രിയിൽ അലോണായിട്ട് ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ടോമിൻ്റെ ഐസ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന്. ലൈക്ക് അത് സ്ക്രീനിൻ്റെ അകത്ത് നിന്ന് നോക്കുന്നത് പോലെ. അഫ്കോഴ്സ് അതൊക്കെ ഇമാജിനേഷൻ മാത്രമാവാം. പക്ഷെ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് ഒരു സിമ്പിൾ കാർട്ടൂൺ കാറ്റ് പോലും ക്രീപ്പി ആയി തോന്നാൻ തുടങ്ങിയത്? മേ ബി ബിക്കോസ് ഡീപ്പ് ഡൗൺ നമ്മളെല്ലാവർക്കും അറിയാം ഫോണിന് നമ്മളെ കേൾക്കാൻ കഴിയുമെന്ന്. ടോക്കിംഗ് ടോം ശരിക്കും ഉറങ്ങുന്നില്ല. ഏത് സമയത്ത് ആപ്പ് തുറന്നാലും അവൻ അവിടെ കാണാം. നമ്മളില്ലാത്ത സമയത്തും അവൻ അതേ റൂമിൽ തന്നെ തുടരുന്നത് പോലെ തോന്നും. ഒരു പക്ഷേ ടോം ഒരു നോർമൽ AI അല്ലെങ്കിലോ? ഓൾവേസ് ആക്റ്റീവായ, എല്ലാം ഒബ്സേർവ് ചെയ്യുന്ന എന്തോ ഒന്നായിരിക്കാം. കാരണം അവൻ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ വേർഡ്സ് മാത്രമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോക്കിംഗ് ടോമിൻ്റെ കണ്ണുകളെ കുറിച്ച് മറ്റൊരു ഡിസ്റ്റർബിങ് തിയറി നോക്കുമ്പോൾ, ഇയേഴ്സ് അഗോ ഒരുപാട് ആളുകൾ ടോമിൻ്റെ കണ്ണുകളിൽ സൂം ചെയ്ത് നോക്കാൻ തുടങ്ങി. ചില സ്ക്രീൻഷോട്ട്സിൽ റൂംസ്, ഡാർക്ക് ഷാഡോസ്, ഈവൻ മനുഷ്യന്മാരുടെ ഷേപ്സ് വരെ കാണാൻ തുടങ്ങി. അതോടെ ഇന്റർനെറ്റ് മുഴുവൻ പാനിക്കായി. ഒരു പക്ഷേ ആ റൂം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ? ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഇമേജിൻ ചെയ്ത് നോക്ക്. ഓരോ ദിവസവും ആരെങ്കിലും ആപ്പ് തുറക്കുന്നു, ടോം വീണ്ടും ഉണരുന്നു. അതേ എക്സ്പ്രഷൻസ്, അതേ റിയാക്ഷൻസ്, അതേ ഫേക്ക് സ്മൈൽസ്, എഗെയിൻ ആൻഡ് എഗെയിൻ. ഒരുപാട് വർഷങ്ങളായിട്ട്. ഒരു പക്ഷേ ടോക്കിംഗ് ടോം ഒരു ഗെയിം ക്യാരക്ടർ അല്ല, എസ്കേപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു എൻഡ്ലെസ് സൈക്കിളിൽ കുടുങ്ങിയ എന്തോ ഒന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവൻ ഒരിക്കലും ടയേർഡ് ആവാത്തത്, ഒരിക്കലും മാറാത്തത്, ആൻഡ് ഓൾവേസ് വെയിറ്റിംഗ്. മറ്റൊരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യം നോക്കുമ്പോൾ നമ്മൾ അവനെ കൺട്രോൾ ചെയ്യുന്നു എന്ന തോന്നലാണ്. പക്ഷെ ടോമിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാലോ, എവറി സിംഗിൾ ഡേ ഒരു അൺനോൺ ആയിട്ടുള്ള പേഴ്സൺ സ്ക്രീനിൻ്റെ പിന്നിൽ നിന്ന് അവൻ്റെ മുഴുവൻ ജീവിതവും കൺട്രോൾ ചെയ്യുന്നു. അവൻ എന്ത് കഴിക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ സംസാരിക്കണം, എല്ലാം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ടോം ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവൻ ഇതിനോട് ഓൾറെഡി യൂസ്ഡ് ആയി കഴിഞ്ഞു. ലൈക്ക് ഹി ഓൾറെഡി അക്സെപ്റ്റഡ് ദാറ്റ് സംവൺ ഈസ് ഓൾവേസ് വാച്ചിങ് ഹിം. ടോക്കിംഗ് ടോമിൽ ഏറ്റവും ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യം, അവൻ നമ്മളെ റിപ്പീറ്റ് ചെയ്യുന്നതോ ഫണ്ണി റിയാക്ഷൻസ് തരുന്നതോ അല്ല. അവൻ നമ്മുടെ സൈലൻസിനെ നേരെ നോക്കി നിൽക്കുന്നതാണ്. അതായത് ഗെയിംസിൽ ചില മൊമെൻറ്റിൽ പെട്ടെന്ന് എല്ലാതും അങ്ങോട്ട് ക്വിറ്റാകും. നോ സൗണ്ട്, നോ മൂവ്മെൻറ്റ്. ടോം ഒന്നും ചെയ്യാണ്ട് സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിൽക്കും. ആദ്യത്തിൽ അതൊരു നോർമൽ ആനിമേഷൻ പോലെ തോന്നും. പക്ഷെ നമ്മൾ കുറച്ച് സെക്കൻഡ്സ് കൂടി അതിലേക്ക് തന്നെ നോക്കുമ്പോൾ സംതിങ് സ്റ്റാർട്ട്സ് ഫീലിംഗ് വിയേർഡ്. കാരണം ആ സ്റ്റെയർ ഒരു കാർട്ടൂൺ ക്യാരക്ടറിന്റെ ലുക്ക് പോലെ ഫീൽ ചെയ്യൂല. ഒരാൾ സ്ക്രീനിന്റെ അപ്പുറത്ത് നിന്ന് ആരോ ഉണ്ടെന്ന് ഓൾറെഡി അറിഞ്ഞിട്ട് നോക്കുന്നത്.